തെരഞ്ഞെടുപ്പിന് 60 ദിവസം മാത്രം ബാക്കി നിൽക്കുമുള്ള സർക്കാരിന്റെ ദുരുദ്ദേശം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വ്യക്തിപരമായി നേരിടും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും നിയമപരമായി വേണമെങ്കിൽ നിയമപരമായും നേരിടുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. വി എസ് രഞ്ജിത്തുണ്ട് വയനാട്ടിൽ നിന്നും. രഞ്ജിത്ത്, ഇപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പ് തുടങ്ങുന്ന ദിവസം തന്നെ ആ പ്രത്യേക ടൈമിംഗ് പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുന്നുണ്ട്. വിജിലൻസ് തന്നെ അന്വേഷിച്ച് ഒന്നും കണ്ടെത്താനാകാതെ ഉപേക്ഷിച്ച അന്വേഷണമാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി എഴുതി വാങ്ങിക്കുകയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? രഞ്ജിത്ത്, പ്രതിപക്ഷ നേതാവ് നല്ല കോൺഫിഡന്റ് ആയി തന്നെയല്ലേ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പ്രതിപക്ഷത്തു നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ കേസ് എടുത്തു അല്ലെങ്കിൽ കേസിന് ശുപാർശ ചെയ്തു എന്ന വാർത്തയെ അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ്. കാരണം ഇതിൽ അവർ ഉന്നയിക്കുന്ന ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്ര വർഷക്കാലം ഇത്രയും നാളെ 5 വർഷക്കാലം അന്വേഷിച്ച് ഈ സർക്കാർ ഇറങ്ങിപ്പോവാൻ നേരത്ത് വിജിലൻസ് ഇങ്ങനൊരു ശുപാർശ കൊടുക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ 2-3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുന്നു എന്നുള്ളതാണ്. കാരണം ഈ ശുപാർശ നേരത്തെ വന്നതാണ്. ആ ശുപാർശയിന്മേൽ മുഖ്യമന്ത്രി ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ശുപാർശ വരികയും മുഖ്യമന്ത്രി നടപടി എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ വാർത്ത പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് തന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ VD സതീശൻ ഉദ്ദേശിച്ച ഒരു ഹെഡ്ലൈൻ മാനേജ്മെന്റ് ആണ്. അതായത് പത്രങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ ആദ്യ വാർത്തകളിൽ ഇടം പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നു. ഈ കോൺഗ്രസിന്റെ ഇതുപോലുള്ള വലിയൊരു ശിബിരം അല്ലെങ്കിൽ വലിയൊരു ക്യാമ്പിന്റെ ആ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെയൊക്കെ വാർത്തകൾ പിന്നോട്ട് പോകണം എന്നുള്ളതാണ്. മാത്രവുമല്ല, സ്വർണ്ണക്കൊള്ള കേസ് പോലുള്ള CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ അതുപോലെ തന്നെ ആന്റണി രാജുവിനെതിരെ കേസിൽ വിധി വരുന്നു. ഇങ്ങനെ സർക്കാർ നിരന്തരം പ്രതിസ്ഥാനത്താവുന്ന ഘട്ടത്തിൽ സർക്കാർ പ്രതിപക്ഷത്തെ ഒന്ന് പ്രതിരോധത്തിലാക്കാം എന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വർഷക്കാലം നീണ്ടുപോയൊരു കേസ് പ്രതിപക്ഷ നേതാവിനെതിരെ UDF-നെ നയിക്കുന്ന ആൾക്കെതിരെ തന്നെ ഒരു കേസെടുക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായൊരു നീക്കം ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിൽ ഒരു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസ് വരുന്നു. സമാനമായി ഇപ്പോൾ VD സതീശനെതിരെ കേസ് വരുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. അത് VD സതീശൻ മാത്രമല്ല പറയുന്നത്, നേരത്തെ പ്രതികരിച്ച മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമായി തന്നെ ഇത് നേരിടും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ക്യാമ്പും ആ ക്യാമ്പിന്റെ തീരുമാനങ്ങളെയോ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെയോ ഒന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്നൊരു ആത്മവിശ്വാസം. ഒപ്പം എങ്ങനെയാണ് CBI-യിൽ കേന്ദ്രം ഭരിക്കുന്ന CBI-യിൽ എങ്ങനെയാണ് സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഒരു വിശ്വാസം ഉണ്ടാവുക എന്ന ചോദ്യം കൂടി KC വേണുഗോപാൽ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, മോദിയെ പ്രീണിപ്പെടുത്തി അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുമ്പ് KC വേണുഗോപാലിന്റെ പ്രതികരണമായി മുന്നോട്ട് വന്നത്. അതോടൊപ്പം ഇവിടുത്തെ KPCC-യുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇതൊരു ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഒരേ ഭാഷയിലാണ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തോട് പ്രതികരിച്ചത്. KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ പ്രതികരിച്ചത്, മുതിർന്ന നേതാക്കന്മാരെല്ലാം പ്രതികരിച്ചപ്പോൾ KPCC ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി VD സതീശന് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. VD സതീശൻ വന്നിറങ്ങിയപ്പോഴും വളരെ ലാഘവത്തോടുകൂടി ഈ കേസിൽ അല്പം പരിഹാസത്തോടു കൂടി തന്നെയാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ വിമർശിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, CBI വരുന്നെങ്കിൽ CBI വന്നോട്ടെ, വ്യക്തിപരമായി തന്നെ നേരിടാൻ തയ്യാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്.